നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിന് ശേഷം കുന്നംകുളം നഗരസഭയിൽ ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വം നീങ്ങുന്നു. നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷം UDF ആകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്. വോട്ടിനെ മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുമെന്നും CB രാജീവ്. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളായുള്ള 300ഓളം പന്നികളെ ദയാവധം നടത്തും. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് വെറ്റിനറി ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്നു. പുന്നിയൂർകുളത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവർന്ന് മോഷ്ടാവ്. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. സംഭവത്തിൽ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിന് ശേഷം കുന്നംകുളം നഗരസഭയിൽ ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വം നീങ്ങുന്നു. നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷം UDF ആകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായ VD സതീശൻ, സണ്ണി ജോസഫ്, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവരുടെ ആശയത്തിനനുസരിച്ച് UDF അലയടിയാണ് കുന്നംകുളത്ത് കണ്ടതെന്നും സംസ്ഥാനത്ത് LDFനെയും BJPയെയും പ്രതിരോധിച്ചുകൊണ്ട് ഇത്രയധികം തരംഗമുണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അവരുടെ പാതയാണ് ശരിയെന്നും ഒരു BJPയുമായും ഒരു LDFുമായും യാതൊരു മറ്റു കക്ഷികളുമായും സഖ്യവും കുന്നംകുളത്ത് ഉണ്ടാകില്ലെന്നും വോട്ടിനെ മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആർക്കും കേവലം ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ LDF 18, UDF 9, BJP 7, RMP 4, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇന്ന് കേരളത്തിന്റെ നേതാക്കൾ VD സതീശൻ ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ അവരുടേതായിട്ടുള്ള ആശയം എന്താണോ അതനുസരിച്ച് കൊണ്ടുള്ള UDF അലയടിയാണ് ഇവിടെ കണ്ടത്. നമുക്ക് ശബരിമലയിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് കേൾക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് LDFനെയും BJPയെയും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ ഇത്രയ്ക്കധികം UDF തരംഗമുണ്ടാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അവരുടെ പാതയാണ് ശരി. ഒരു BJPയുമായും ഒരു LDFുമായും യാതൊരു മറ്റു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരിക്കലും കുന്നംകുളം ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു നീക്കുപോക്കുകളും ഉണ്ടാവില്ല. ഞങ്ങൾ വോട്ടിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മണ്ടംപറമ്പ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഫാമിലെ പന്നികളിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5 ഫാമുകളായി 300-നടുത്ത് പന്നികളുണ്ട്. ഇവയെ ദയാവധത്തിന് വിധേയമാക്കും. ഇത് സംബന്ധിച്ച് ഇന്ന് കടങ്ങോട് പഞ്ചായത്തിൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് വെറ്റിനറി ഉദ്യോഗസ്ഥരും പ്രത്യേക യോഗം ചേർന്നു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡീന ആന്റണി, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം, കുന്നംകുളം അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ സുബിൻ കോലാടി, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അനീഷ് രാജ്, ഡോക്ടർ അമൃത സൂസൻ ജേക്കബ്, ഡോക്ടർ അഞ്ജു മേരി ജോൺ, ഡോക്ടർ മനോജ് തെറ്റയിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിലെ പതിയാരം, മണ്ടംപറമ്പ് പ്രദേശങ്ങളിലെ ഫാമുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ചിരുന്നു. 1500-ലധികം പന്നികളെയാണ് അന്ന് ദയാവധം നടത്തിയത്. ചരിത്രം തിരുത്തി ചാവക്കാട് നഗരസഭയിലെ 8ാം വാർഡ് മമ്മിയൂർ. 40 വർഷക്കാലം തുടർച്ചയായി കോൺഗ്രസ് ജയിച്ചു വന്നിരുന്ന വാർഡിൽ ചെങ്കൊടി പാറിച്ചിരിക്കുകയാണ് CPIMലെ KC സുനിൽ. കോൺഗ്രസിന്റെ കോട്ട പിടിച്ചെടുക്കാൻ CPIM ഇത്തവണ കളത്തിലിറക്കിയത് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ KC സുനിലിനെ ആയിരുന്നു. വാർഡിൽ ഏറെ സ്വീകാര്യൻ എന്നതിനു പുറമെ ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ്, CITU ചാവക്കാട് മുനിസിപ്പൽ കോർഡിനേഷൻ കൺവീനർ, PTA പ്രസിഡന്റ്, പേരകം ശിവക്ഷേത്രം പ്രസിഡന്റ്, സൗഹൃദ ക്ലബ് പ്രസിഡന്റ് തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃനിരയിലുള്ള സുനിലിന്റെ സംഘടനാ മികവ് തിരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്തു. ചിരിച്ചുകൊണ്ട് മാത്രം എല്ലാവരോടും സൗഹൃദം പങ്കുവയ്ക്കുന്ന സുനിലിന്റെ ജനകീയത തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയം നേടിക്കൊടുത്തതിന് പിന്നിൽ. പാർട്ടി പ്രവർത്തകരും തോളോട് തോൾ ചേർന്ന് നിന്നപ്പോൾ ചരിത്രം വഴിമാറുകയും 30 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മമ്മിയൂരിൽ നിന്ന് ചാവക്കാട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് PV ബദറുദ്ദീനെയാണ് സുനിൽ പരാജയപ്പെടുത്തിയത്.
പുന്നൂർകുളം പരൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ചിറ്റയിൽ ആസിഫിന്റെ കറുപ്പ് നിറത്തിലുള്ള KL 46 P6309 യൂണിക്കോൺ ബൈക്കാണ് മോഷണം പോയത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വീടിന് മുന്നിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക്. രാവിലെയാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. ചങ്ങരംകുളം ചിറവല്ലൂരിൽ വിദ്യാർത്ഥിനി തീപ്പൊള്ളലേറ്റ് മരിച്ചു. ചിറവല്ലൂർ താണ്ടവളപ്പിൽ സജീവിന്റെ മകൾ 17 വയസ്സുള്ള സോനയാണ് മരിച്ചത്. പൂക്കരത്തറ ദാറുൽ ഹിദായ സ്കൂൾ +2 വിദ്യാർത്ഥിനിയാണ്. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ചങ്ങരംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും പുറത്തുപോയ സമയത്താണ് വീടിന് മുകളിലെ നിലയിലെ റൂമിൽ വെച്ച് സോനയ്ക്ക് പൊള്ളലേറ്റത്. ബാളം കേട്ടെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് സോനയെ ആശുപത്രിയിൽ എത്തിച്ചത്. പെരുമ്പടപ്പ് പോലീസ് എത്തി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഷേർലി മാതാവും ഷംന, സജന എന്നിവർ സഹോദരങ്ങളുമാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് കരോൾ നടത്തി. ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബ യൂണിറ്റിന് കീഴിലുള്ള പഴഞ്ഞി, അക്കിക്കാവ്, കരിക്കാട്, ചിറക്കൽ, കോട്ടൂൽ, പട്ടിത്തടം തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിലെത്തി ക്രിസ്മസ് സന്ദേശവും ഗാനാലാപനവും നടത്തി. കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോസ് വർദു, സെക്രട്ടറി മണി ജോയ്, ജോയിന്റ് സെക്രട്ടറി തങ്കമണി ജോസ്, ട്രഷറർ സണ്ണി ചെറിയാൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോയ് അപ്പൂട്ടി, ജോസ് അപ്പൂട്ടി, കൊച്ചു അപ്പൂട്ടി, ഷെർലി രാജൻ, ജെസി വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലകാല ആചാരവിശേഷമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്ത് തുടങ്ങി. രാവിലെ ശ്രീലകത്ത് നിന്നു നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപ ദീപത്തിൽ പകർന്നതോടെയാണ് കൂത്ത് ആരംഭിച്ചത്. ഹനുമാൻ വേഷത്തിൽ രാമായണം കഥ ആംഗ്യ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. പാരമ്പര്യക്കാരനായ ചാക്യാർ 12 ദിവസങ്ങളിലായി അരങ്ങേറുന്ന അങ്കുലിയാങ്കം കൂത്ത് മണ്ഡലകാലത്ത് ആചാരപ്രധാനമാണ്. പന്തിരടി പൂജയ്ക്ക് മുൻപ് കുട്ടഞ്ചേരി സംഗീത് ചാക്യാർ ഹനുമാൻ വേഷധാരിയായി നാലമ്പലത്തിൽ പ്രവേശിച്ച് സോപാനപ്പടി കയറി മണിയടിച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ദക്ഷിണ സ്വീകരിച്ച് ശ്രീലകത്തു നിന്നും മേൽശാന്തി തീർത്ഥവും പ്രസാദവും നൽകി. നാലമ്പലത്തിനുള്ളിൽ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കാനും ദർശനം നടത്താനുമുള്ള അവകാശം അങ്കുലിയാങ്കത്തിലെ ഹനുമാൻ വേഷധാരിയായ ചാക്യാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഹനുമാൻ നേരിട്ട് വന്ന് ഭഗവാനെ തൊഴുത് പ്രസാദം സ്വീകരിക്കുന്നു എന്നാണ് സങ്കല്പം. ശ്രീലകത്ത് നിന്നും മേൽശാന്തി നേരിട്ട് പ്രസാദം നൽകുന്നതും ഹനുമാന് മാത്രമാണ്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പുന്നൂർ പഞ്ചായത്ത് UDF 3-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. 3-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച UDF സ്ഥാനാർത്ഥി ബൽക്കീസ് ഖാലിദ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് എടക്കര ഡിവിഷനിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് KK ഷിബുവിന്റെയും വിജയത്തിനോടനുബന്ധിച്ചാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. വാദ്യമേളത്തിന്റെയും DJയുടെയും അകമ്പടിയോടുകൂടി നടത്തിയ പ്രകടനം എടക്കര പഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച് കുഴിങ്ങര വെട്ടിപ്പുഴയിൽ സമാപിച്ചു. പ്രകടനത്തിന് നൌഫൽ, സജാദ്, അൻവർ, ഷർഫു, ഷംസു, ഉമ്മർകുട്ടി, കബീർ, ഉമ്മർ, ലത്തീഫ്, അഷ്റഫ് തുടങ്ങി UDF പ്രവർത്തകർ നേതൃത്വം നൽകി. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നടന്ന ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. സത്യമുദ്ര സമർപ്പണം, ഗുരുവായൂർ ജയപ്രകാശിന്റെ കേളി, മഹാഗണപതി ഹോമം, അഷ്ടപതി, ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. പഞ്ചവാദ്യം, ഉടുക്കുപാട്ട്, താലം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ ഭക്തിഗാനസുധ, പന്തലിൽ പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴി നൃത്തം, വെട്ടുംതട എന്നിവയും നടന്നു. 2 നേരങ്ങളിലുമായി നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഗുരുസ്വാമി മച്ചാട് സുബ്രഹ്മണ്യനും സംഘവും നയിച്ച വിളക്കിന് GK പ്രകാശൻ, K ദിവാകരൻ നമ്പ്യാർ, ചന്ദ്രൻ ചങ്കത്ത്, M രാധാകൃഷ്ണൻ, പ്രഭാകരൻ മണ്ണൂർ, രാജു ഇളയേടത്ത്, ബാലൻ വാറനാട്ട്, KP കരുണാകരൻ, ശിവൻ കണിച്ചാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള അറക്കൽ സെന്റ് തോമസ് കുടുംബ യൂണിറ്റ് ക്രിസ്മസ് കരോൾ നടത്തി. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റിന് കീഴിലുള്ള വീടുകളിലെത്തി ക്രിസ്മസ് സന്ദേശവും ക്രിസ്മസ് ഗാനങ്ങളും ആലപിച്ചു. ക്രിസ്മസ് പാപ്പ മധുര വിതരണം നടത്തി. കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സൈമൺ, സെക്രട്ടറി നോബി, ജോയിന്റ് സെക്രട്ടറി സാംസൺ, കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ജിനു നോബി, ഉഷ, അബി, സാനി, അന്നാമ, പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ജിംഗിൾ ബെൽസ് എന്ന പേരിൽ ക്രിസ്മസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ, നക്ഷത്രം, ആശംസാക്കാർഡ്, ക്രിസ്മസ് ട്രീ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. മാനേജർ പ്രതിനിധി ഫാദർ പ്രവീൺ പോൾ, പ്രിൻസിപ്പാൾ കെ ഡി ജോയ്, പ്രധാന അധ്യാപകൻ പി എഫ് ജോസ്, പ്രധാന അധ്യാപിക പി പി പ്രിൻസി, അധ്യാപകരായ ടി പ്രിൻസ് പോൾ, സിമി ജോസ് പോൾ, റാഫി നീലങ്കാവിൽ, ഫ്രാൻസി ജോൺ, റോസ്മേരി, സീന എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ചരമം: കുന്നംകുളം ആർത്താറ്റ് പോലിയത്ത് വീട്ടിൽ ശങ്കരൻകുട്ടി നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. മല്ലിക ഭാര്യയും ഡാനിഷ്, മനീഷ് എന്നിവർ മക്കളുമാണ്. ചിറമനങ്ങാട് കുന്നേങ്കാട്ട് പാറുകുട്ടിയമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാധ, സത്യഭാമ, ശിവശങ്കരൻ, സരസ്വതി എന്നിവർ മക്കളാണ്. പഴഞ്ഞി പെരുന്തുരുത്തി നെല്ലിക്കൽ വിജയൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശാരദയാണ് ഭാര്യ. വിദ്യ, മഹേഷ്, രാജേഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിന് ശേഷം കുന്നംകുളം നഗരസഭയിൽ ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വം നീങ്ങുന്നു. നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷം UDF ആകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്. വോട്ടിനെ മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുമെന്നും CB രാജീവ്. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളായുള്ള 300ഓളം പന്നികളെ ദയാവധം നടത്തും. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് വെറ്റിനറി ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്നു. പുന്നിയൂർകുളത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവർന്ന് മോഷ്ടാവ്. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. സംഭവത്തിൽ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.